നമ്മുടെ പ്രധാനമന്ത്രി 29 മിനിറ്റാണ് രാജ്യത്തോടായി അഭിസംബോധന ചെയ്തത്. ആ 29 മിനിറ്റിൽ 58 പ്രാവശ്യമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത്, കോൺഗ്രസിനെതിരെ പറഞ്ഞത്. ഭയവും അതേപോലെ ഒരു ഫ്രസ്ട്രേഷനും നുണകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രസംഗമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയത്. യഥാർത്ഥത്തിൽ ഇതൊരു വനിതാ റിസർവേഷൻ അല്ലായിരുന്നു എന്നുള്ളതും BJPയുടെയും നരേന്ദ്രമോദിജിയുടെ ഒക്കെ ഗൂഢലക്ഷ്യം, അതായത് 4ാമതും കസേര ഉറപ്പിക്കുവാനും ഭരണഘടനയെ പോലും അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് BJPയുടെ ഒരു മെജോറിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ഗൂഢലക്ഷ്യമാണ് പരാജയപ്പെട്ടത്. പ്രതിപക്ഷ ഐക്യത്തിൻ്റെ, കോൺഗ്രസിൻ്റെ, ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കുവാനും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിർത്തുന്നതിനും വേണ്ടിയൊക്കെ ഐക്യത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അത് തകർക്കപ്പെട്ടത്. മോദിജിയും BJPയും യഥാർത്ഥത്തിൽ വനിതാ സംവരണത്തിൽ സീരിയസ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സീരിയസ് ആയിരുന്നെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് 2014 മുതൽ 2019 ആബ്സല്യൂട്ട് മെജോറിറ്റിയിൽ ഒരു ഗവൺമെൻറ് ഉള്ളപ്പോൾ അതൊന്നും കൊണ്ടുവരാൻ പോലും തയ്യാറായില്ല. 2023 കൊണ്ടുവന്നപ്പോൾ ആ ബില്ല് പാസ്സാക്കുമ്പോൾ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് ഈ വനിതാ റിസർവേഷനുമായി സെൻസസും ഡീലിമിറ്റേഷനും കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല എന്നുള്ളത്. അത് കൂട്ടിക്കെട്ടി സീരിയസ് ആയിരുന്നെങ്കിൽ അത് അപ്പോൾ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 334 വകുപ്പ് അതിൽ അമെൻമെൻറ്റ് വരുത്തി 543 ലോക്സഭാ സീറ്റുകളുള്ള ഇപ്പോഴത്തെ ലോക്സഭയുടെ ആ സ്ട്രെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 1/3 എന്ന് വെച്ചാൽ 188 സീറ്റുകൾ വനിതകൾക്ക് ആ നിമിഷം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, 2023 സെപ്റ്റംബർ 21 ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് പാസ്സാക്കിയ ഒരു ബില്ല്, ഒരു നിയമം, അത് നോട്ടിഫൈ ചെയ്തത് പോലും ഈ 3 വർഷം പിന്നിട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ്. അതായത് ഏപ്രിൽ 16 2026 സെപ്റ്റംബർ 21 2023 പാസ്സാക്കിയ ഒരു ബില്ല് നോട്ടിഫൈ ചെയ്തത്. അവിടെ തന്നെ നരേന്ദ്രമോദിക്കും BJPക്കും വനിതാ സംവരണത്തിൽ സീരിയസ്നെസ് ഇല്ല എന്നുള്ളത് വ്യക്തമാകുന്ന കാര്യമാണ്. അവർക്ക് പല അജണ്ടകളാണ്. സീരിയസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ, ഒരു ഭരണഘടനാ ഭേദഗതി അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരിക, തലേ ദിവസം മാത്രം അത് MP-മാർക്ക് കൊടുക്കുക, അതിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ പറയുക, ഭരണപക്ഷത്തുള്ളവർക്ക് പോലും വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ, 50% എന്ന് വാക്കാൽ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ബില്ലിൽ 50% എന്ന് പോലും പറയാതിരിക്കുക, എണ്ണം മാത്രം കൂട്ടുക, ഇതെല്ലാം ഇവരുടെ ഗൂഢലക്ഷ്യമാണ്. ഇവർക്ക് വനിതാ സംവരണം നടപ്പിലാക്കാൻ താല്പര്യമില്ല. പക്ഷേ മറ്റ് കാര്യങ്ങളിൽ അവരുടെ ഉദ്ദേശം വനിതാ സംവരണം കാണിച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഇവരുടെ അജണ്ട പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട അവസ്ഥയിൽ ഇപ്പോൾ 2ാമത്തെ അജണ്ടയുമായി പ്രധാനമന്ത്രിയും BJPയും ഇറങ്ങിയിരിക്കുകയാണ്. അത് 2ാമത്തെ അജണ്ട എന്ന് പറയുന്നത് വനിതാ സംവരണം നടപ്പിലാക്കാത്തത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ വനിതകൾക്കെതിരെയാണ് കോൺഗ്രസ് എന്നുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയുവാനുള്ളത്, ഈ രാജ്യത്തെ വനിതകൾ വളരെ സ്മാർട്ടാണ്. ഈ രാജ്യത്തെ വനിതകൾ വിഡ്ഢികളാണ് എന്ന് പ്രധാനമന്ത്രി കരുതരുത്, വിഡ്ഢികളാക്കാൻ നോക്കരുത്. ഇന്ത്യയിലെ വനിതകൾ ഇത് മനസ്സിലാക്കുന്നു, ഇതിൻ്റെ ഗൂഢലക്ഷ്യം മനസ്സിലാക്കുന്നു. ഇന്ത്യയിലെ വനിതകൾ പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കും വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. വനിതകൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ആഗ്രഹം ഒരിക്കലും നിങ്ങളുടെ BJPയുടെ ഗൂഢലക്ഷ്യം നടത്തുന്നതിന് വേണ്ടി നിന്നു തന്നിട്ടാവില്ല എന്നുള്ളത് കൂടി ഇന്ത്യയിലെ
സ്ത്രീകൾ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാൻ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പ്രധാനമന്ത്രിയാണ് ഒറ്റ രാത്രി കൊണ്ട് നോട്ട് നിരോധനം നടപ്പിലാക്കിയത്. ഒറ്റ ഒരു അഭിസംബോധന കൊണ്ട് ഈ രാജ്യത്ത് ലോക്ക്ഡൗൺ കൊണ്ടുവന്നത്. എന്നിട്ടാണ് വനിതാ സംവരണ ബിൽ യുനാനിമസായി പാസ്സാക്കിയിട്ടും 3 വർഷം കഴിഞ്ഞ് നോട്ടിഫൈ ചെയ്യുന്നു, മറ്റൊരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പാസ്സാകില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കപട നാടകങ്ങൾ കളിക്കുന്നു. ഇതിനെതിരെയൊക്കെ ഇത് ജനങ്ങൾ മനസ്സിലാക്കും, സ്ത്രീകൾ മനസ്സിലാക്കും. മഹിളാ കോൺഗ്രസ് ഇത് ജനങ്ങളിലേക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എത്തിക്കുവാൻ ഞങ്ങൾ തന്നെ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാകും. കോൺഗ്രസിൻ്റെ നേതാക്കൾ മല്ലികാർജുൻ ഖാർഗെജി, രാഹുൽ ഗാന്ധിജി, പ്രിയങ്ക ഗാന്ധിജി, സോണിയാഗാന്ധിജി എല്ലാവരും കോൺഗ്രസ് ഒന്നടങ്കം അന്നും ഇപ്പോഴും ആവശ്യപ്പെട്ടത് നാളെ കൊണ്ടുവരും. തിങ്കളാഴ്ച നാളെ പാർലമെൻറ്റ് വിളിക്കൂ. പാർലമെൻറ്റ് വിളിച്ച് ഈ 543-ൽ 1/3 വനിതകൾക്കായി മാറ്റിവെക്കാനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പാർലമെൻറ്റ് വിളിക്കാൻ ആവശ്യപ്പെട്ടത് അത് വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ടാണ് അവരതിന് തയ്യാറാകാത്തത്? RSS വനിതകളെ ഒരു സെക്കൻഡ് ക്ലാസ് ആയിട്ടാണോ കരുതുന്നത്? പഞ്ചായത്തി രാജ് കോൺഗ്രസ് നടപ്പിലാക്കിയത് ഒരു സീറ്റ്, ഈ സീറ്റുകളെല്ലാം കൂട്ടി 50% കൂട്ടി അതിൽ 1/3 കൊടുക്കാനാണോ കോൺഗ്രസ് തീരുമാനിച്ചത്? ഉള്ള സീറ്റുകളിൽ 33% കൊടുക്കാനുള്ള തീരുമാനം പഞ്ചായത്തി രാജ്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ലക്ഷക്കണക്കിന് വനിതകൾ പഞ്ചായത്തി രാജിൽ അവർ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നു. അത് BJP കൊണ്ടുവന്നതൊന്നുമല്ല, അത് കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. കോൺഗ്രസ് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇപ്പോൾ രാജ്യത്തുടനീളം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ വനിതകളുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വീണ്ടും പറയുന്നുണ്ടായി, വനിതകൾ അപമാനിക്കുന്നത് രാജ്യത്തെ വനിതകൾ സഹിക്കില്ല, ശിക്ഷിക്കുമെന്നൊക്കെ. പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, മണിപ്പൂരിലെ ആ 2 സ്ത്രീകളെ പ്രധാനമന്ത്രിക്ക് ഓർമ്മയുണ്ടോ? ഹത്രാസ് ഓർമ്മയുണ്ടോ? പ്രധാനമന്ത്രിക്ക് കുൽദീപ് സെംഗറിനെ ഓർമ്മയുണ്ടോ? പ്രധാനമന്ത്രിക്ക് പ്രജ്വൽ രേവണ്ണയെ ഓർമ്മയുണ്ടോ? അവിടെ പോയി സപ്പോർട്ട് ആവശ്യപ്പെട്ട് പ്രസംഗിച്ചല്ലോ ഈ പ്രധാനമന്ത്രി.